ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ മിസൈലും ഡ്രോൺ കോംപ്ലക്സുകളും അനാച്ഛാദനം ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നതോടെ ഇസ്രായേലിന് വലിയ പണിയാണ് ഇനി കിട്ടാൻ പോവുക എന്നത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇറാന് നേരെ കൈ ഉയർത്താൻ നെതന്യാഹു ഇനി കുറച്ച് പേടിക്കേണ്ടി വരും. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾക്ക് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം ആഗോള സംഘർഷങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ അറയുടെ അനാച്ഛാദനത്തിന് പുറകെ പുതിയ മിസൈലുകളുടെ നിർമ്മാണം തങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്നും ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങാത്ത അഗ്നിപർവ്വതം എന്നാണ് അവർ ഈ ഭൂഗർഭ കേന്ദ്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അജ്ഞാതമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അറയിൽ വലിയ അളവിൽ ആയുധങ്ങൾ ശേഖരിക്കാനും രഹസ്യമായി അവ പ്രയോഗിക്കാനുമുള്ള സംവിധാനം അവർക്ക് ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട്. ഒക്ടോബറിലും ഏപ്രിലിലും ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം ഈ ഭൂഗർഭ മിസൈൽ ബേസ് ഉപയോഗിച്ചതാണെന്ന് നടത്തിയതെന്നും ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. മോക്ക് ഡ്രില്ലുകളും ആയുധങ്ങളുടെ പരീക്ഷണ ലോഞ്ചിങ്ങും ഇറാൻ ഈ മാസം നടത്തുമെന്ന് ജനറൽ അലി മുഹമ്മദ് നൈനി മുന്നറിയിപ്പ് നൽകിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭൂഗർഭ അറയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. കൂട്ടക്കുരുതിയും വംശഹത്യയും നടത്തി സർവ്വതും കൈപ്പടിയിലാക്കാമെന്ന് അഹങ്കരിക്കുന്ന ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിത്. ഇറാന്റെ സൈനിക സൗകര്യങ്ങൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നേരെ ഇസ്രായേൽ സൈന്യം നിരവധി വ്യോമാക്രമണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഇറാനിയൻ സൈനികരെ കൊല്ലുകയും ഇറാന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്തുകയും ഇസ്രായേൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ 10 മടങ്ങ് ശക്തിയിലാണ് നെതന്യാഹുവിനെതിരെ പടയൊരുക്കുന്നത്. ഇറാന്റെ ഈ സൈനിക ശക്തി പ്രകടനങ്ങളിൽ ഇസ്രായേൽ ഇനി ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാകും. ഞങ്ങളുടെ പ്രതിരോധം മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല എന്ന ജനറൽ സലാമിയുടെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇറാന്റെ സൈനിക തന്ത്രം പ്രത്യാക്രമണം ഉദ്ദേശിച്ചുള്ളതല്ല, മറിച്ച് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇറാൻ വികസിപ്പിച്ച 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള സെഡ്ഫുൾ പോലുള്ള നൂതന മിസൈലുകളും ഷാഹെദ് 136B പോലുള്ള ഡ്രോണുകളും പ്രതിരോധ മേഖലയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നവയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീഡിയോ റിലീസ് ചെയ്തത്. അരാജകത്വത്തിനിടയിൽ ജനുവരി 20-ന് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അമേരിക്ക. ഇറാന്റെ സൈനിക ആയുധ ശേഖരം കൂടുതൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 120 കിലോമീറ്റർ ദൂരമുള്ള ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ ഫാത്ത് 360 2019-ൽ പുറത്തിറക്കിയ ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡെസ്ഫുൾ 1000 കിലോമീറ്ററിലധികം ദൂരെയുള്ള വസ്തുക്കളെ തകർക്കാൻ ശേഷിയുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമാണ് ഇറാന്റെ ഡ്രോൺ ഫ്ലീറ്റും. അതിൽ കാമിക്കേസ് ഷാഹേദ് 136ന്റെ നവീകരിച്ച പതിപ്പായ ഷാഹേദ് 136Bയും ദീർഘദൂര ബോംബിംഗ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ജെറ്റ് പവേർഡ് ഡ്രോണുകളുടെ കരാറും ഉൾപ്പെടുന്നു. ഈ ആയുധ സമ്പത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഭൂഗർഭ അറകളാണ് ഡ്രോൺ നഗരങ്ങൾ. 500 മീറ്ററിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ അറയിൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും ആയുധങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിൽ സിംഗ് മൊബൈൽ ലോഞ്ചറുകൾ, വെടിമരുന്ന് ശേഖരം, മറ്റ് സെൻസിറ്റീവ് ഉപകരണങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. അക്രമങ്ങൾ ഉണ്ടായ ദ്രുതഗതിയിൽ ആയുധ വിന്യാസം നടത്തുന്നതിനുള്ള സംവിധാനവും ഇവയിലുണ്ട്. സൈനിക യൂണിറ്റുകൾക്കിടയിൽ ആശയവിനിമയം ഏകോപിപ്പിക്കാനും സുഗമമാക്കുന്നു ഇത്. ഭൂഗർഭ കമാൻഡ് സെന്ററുകൾക്കായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് കഴിയും. എതിരാളികളുടെ സൈനിക ആയുധ കേന്ദ്രങ്ങളെ തകർത്ത് അവരെ ദുർബലരാക്കുന്ന യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ തുടർന്ന് ഇപ്പോൾ വരുന്നത്.